Hey guys, welcome back to my channel ST Reaction guys. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ഗൈസ് റോസ്റ്റിംഗ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായി ഗൈസ് ഈ ചാനലിൽ. ഇനി നമ്മൾ ഗൈസ് റെഗുലർ ആയിട്ട് വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. തന്നെ കിട്ടുന്നുണ്ടാവും ഗൈസ്, കിട്ടുന്നുണ്ടാവും ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പം ഗൈസ് നമ്മൾ ഇന്ന് ഒരുത്തൻ റോസ്റ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇവൻ ആരുടെടാ, ഇവനെ ഏതാണെന്ന് വിചാരം ഇവൻ്റെ ഗൈസ്. ഇവൻ്റെ തമിഴ്നാട് തന്നെ കണ്ട ഗൈസ് ഷോക്കാണ്. പാവം ഗൈസ്, നല്ല എങ്ങായാണ്. നമുക്ക് എന്താ വീഡിയോ ഉണ്ടോ ആദ്യം. തമിഴിലാളും വീഡിയോയിലാളും മാറ്റം ഉണ്ടല്ലോ ഗൈസ്. സംഭവം ഇവൻ അവനെ റോസ്റ്റ് ചെയ്യുന്നല്ലേ. അപ്പൊ അവൻ ഇരുന്ന അയ്യോ ഓനെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി കാത്തിന്റെ മഴ വരെ എഴുതുന്നേ. ഇതെന്നൊക്കെ കേരളത്തിൽ 5 മിനിറ്റ് മഴയിലാണ് എടുക്കും. അന്നേരം ഇവന് വീഡിയോ എടുത്ത പോരെ, മഴ വരെ എഴുതുന്നേ. പാവം ഇവന് മുറ്റത്ത് ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കുക. മഴയും ഇല്ല വെയിലും ഇല്ല. ഇത് തേങ്ങയാണ് ഇവൻ പറയുന്നേ. സത്യം പറഞ്ഞ പുള്ളിക്കാരന് സ്വന്തമായിട്ട് ഒരു ഇൻട്രോ പോലും പറയാനുള്ള വിവരമില്ല. കറക്റ്റ് ഗൈസ്, ചങ്ങായിക്ക് ഒരു ഇൻട്രോ പോലും മര്യാദയ്ക്ക് പറയാൻ അറിയില്ല. പാവം ചങ്ങായി. നീ മുത്താളോ, നീ നല്ലോണം ഗൈസ് റോസ്റ്റ് ചെയ്യണ്ടൊക്കെ. കൊല്ലങ്ങളായി പറഞ്ഞു ഗൈസ്. നമ്മൾ ഇവന്റെ ചാനൽ എത്രയായപ്പോ ആയിട്ട് നോക്കാലോ. കൊല്ലങ്ങളായി പോലെ ഗൈസ് ഇവൻ ആ ഇൻട്രോ പറയുന്നേ. ഒന്ന് മാറ്റി പിടിക്കണം കേട്ടോ, കാണുന്നുണ്ടെങ്കിൽ പറയുന്നേ ഗൈസ്. ഇവൻ 4 കൊല്ലമായി ചാനൽ തുടങ്ങിയിട്ട് എന്റെ ആകെ 370 സബ്സ്ക്രൈബേഴ്സ് ഇല്ലു. ബാക്കിയാണ് ആ റോസ്റ്റിങ്, വില്ല റോസ്റ്റിംഗ് ആണ് ഗൈസ്. ഈ തമിഴ് നെക്സോവിയൻ റോസ്റ്റ് എനിക്ക് ചെറിയാക്കിന്റെ യൂട്യൂബ് ചാനൽ നെക്സോവിയൻ എന്തെങ്കിലും ആയിരിക്കും ഗൈസ്. നമുക്ക് എന്താ ബാക്കിയാണ് എടാ ഇവന്റെ എഡിറ്റിംഗ് സംഭവം എന്നാ ഗൈസ്. എഡിറ്റിംഗ് ഇതൊക്കെ എഡിറ്റിങ്ങിന് അറിയാം. ബാക്കിയാണ് ചങ്ങായി ഇവനിട്ട് ഗൈസ് നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവന്റെ ഇൻട്രോ മേലെ ഇപ്പം കളിക്കുന്നു ഗൈസ്. ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റിനെ കുറിച്ച് മിനിമം നോളജ് പോലും നിനക്കില്ലാന്ന് വെച്ചിട്ട് എന്ത് ക്വാണ്ടിറ്റിനെ കുറിച്ച് ക്വാളിറ്റിയെ കുറിച്ച് യോഗ്യത അറിയുന്ന ചങ്ങായിയാണ് ഇവൻ. ഭയങ്കര അടിപൊളിയാണ്. അടിപൊളിയാണ് ചങ്ങായി. ഇപ്പൊ ചെറിയക്കന്റെ വായി നല്ലോണം കേൾക്കില്ല ഗൈസ്. ഇവൻ കുറെ നേരമായി കൊണക്കുന്നു. ഇവൻ കണ്ട ഗൈസ് വായി നല്ലോണം കേൾക്കുന്ന കേട്ടോ. ഏതാടാ ഇവേ സബ്സ്ക്രൈബേഴ്സിന്. ഒരാൾക്ക് ടോക്സിക് ഫാൻസ് ഉണ്ടാവുന്ന കുഴപ്പമുണ്ട്. എടാ മുത്ത, എനിക്ക് ഫാൻസിലെ ചങ്ങായി ഫാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ടോക്സിക് ആണോന്നല്ല ഗൈസ്. ചങ്ങായി ശരി പറയുന്നുണ്ട്, അവരെ ഫാൻസ് പറയുന്നത്. ഇപ്പം വേറെ എന്താ ഇപ്പം പറയാ, ഇപ്പം എന്തെങ്കിലും കൂടെ വീഡിയോ എടുത്തെങ്കിൽ ഫാൻസ് തിരിച്ചു പറയും. ഓക്കെ, ഇവന്റെ വീഡിയോ കമന്റ് ഇടാൻ ആരും വെച്ചിട്ട് ഇവൻ ആ ചങ്ങായി നേരത്തെല്ലാം തീർക്കുക. അതെ ഗൈസ്, കോൾമി സസാമിന്റെ എന്തെങ്കിലും മണ്ടത്തിനെ കാണിച്ചാൽ അവന്റെ ഫാൻസ് തന്നെ അവനെ ഊക്കും ഗൈസ്. കാര്യം പറയാലോ. അപ്പം ഗൈസ് മറ്റേ ഇവനെ ഒരു മണ്ടത്തരം കാണിക്കാത്തതുകൊണ്ടാണ് ഇവന്റെ ഫാൻസ് ഇവനെ നോക്കാത്തത്. ഞാൻ ഇവന്റെ കമന്റ് ബോക്സ് നോക്കി ഗൈസ്. നെക്സോവൻ പറഞ്ഞു അവന്റെ ഒരു നല്ല കമന്റ് അല്ലാണ്ട് വേറെ ഒറ്റ കമന്റ് ഇല്ല ഇങ്ങനത്തെ എന്താ പറയാ ടോക്സിക് ആയിട്ടില്ലേ. വിവരമില്ല ചങ്ങായി ഭയങ്കര ഗൈസ്. ഇവനടുത്ത് ISL കളക്ടറാന്ന് നിൽക്കലാണ് ആ ജില്ലയിലെ. ഭയങ്കര വിവരം കൂടിയിട്ട് ഗൈസ്. നമുക്ക് ബാക്കി ഇവനെ മരുന്ന് കണ്ടുപിടിച്ചിന് കേട്ടോ ഈ ഇടക്ക്. ഞാൻ തന്നെ കൊടുക്കുന്നുണ്ട്. അതേ ഗൈസ്, ഇവൻ ചാനൽ ചെക്കൗട്ട് ചെയ്താൽ അറിയാം ഗൈസ്. ഇവനെ പകുതി വീഡിയോ ഈ ചങ്ങായിനായിട്ട് റോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ചങ്ങായിക്ക് കണ്ടന്റ് സാധനം എടുത്തിട്ട് പോയില്ല. കണ്ടന്റ് ഇല്ല ഗൈസ് ചങ്ങായിക്ക്. കാര്യം പറയാലോ. ഇവനെ നോക്കുക, എൻ്റെ തൃപ്തിപ്പെടുക ഗൈസ് ഇവന്റെ വീഡിയോ ഇട്ടിട്ട്. മതി ഗൈസ്. ഇനി ഇവൻ തള്ളു കേൾക്കാൻ നമുക്ക് നെക്സ്റ്റ് ഇവനെ നോക്കുന്ന ഒരു വീഡിയോ നമുക്ക് നോക്കാം. ആ ചെക്കനെ നോക്കുന്ന ഗൈസ്. പാവം ഗൈസ്. ഇവന്നിട്ട് മെഴുകാണ് അവിടെ നിന്ന് കരയാനായി ഞങ്ങൾക്ക്.
പാർട്ട് 2. അപ്പൊ ഇത് കുറെ പാർട്ടുകളുണ്ട്. ഇതെങ്കിൽ സിനിമയാണ് ബാഹുബലി ചാപ്റ്റർ 2, 1, 2 ഇങ്ങനെ വേണ്ടി ഇത് എത്ര പാർട്ടാണ്? ഇല്ല പാർട്ട് 2. ചെക്കൻ ഗൈസ് അവനായിട്ട് നല്ല കൊട്ട് കൊട്ടുന്നുണ്ട്. ഗൈസ് അവൻ ചാനൽ 3 പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. ഇവനാകെ 2 പാർട്ട് ഇട്ടിലും തോന്നുന്നു ഗൈസ്. അവനെ കുറിച്ച് പറഞ്ഞിട്ട് ഇവന്റെ വീഡിയോ കൂടുന്നല്ലാണ്ട് വേറെ ഉപകാരമില്ല ഗൈസ്. അത്രയും ആ സത്യം ഗൈസ്. ഇവൻ വിചാരിച്ച് ഇവൻ പറഞ്ഞ പേടിച്ചിട്ട് ആ മൂലൊക്കെ വെക്കുമെന്ന് ഗൈസ്. നല്ലോണം ഇട്ട് കിട്ടുന്നുണ്ട്. മുമ്പ് ചങ്ങായിന്റെ എഡിറ്റ് ഗൈസ് എന്താ പറയുക അത്രക്ക് കിടില എഡിറ്റാണ്. അടിയിൽ 2-3 ടെക്സ്റ്റ് അടിക്കും. അതാണ് അവന്റെ എഡിറ്റ് ഗൈസ്. അതിനെക്കാട്ട് ബെറ്റർ ഗൈസ് നെക്സോവന്റെ എഡിറ്റ് തന്നെയാണ്. കാര്യം പറയാമല്ലോ. നിങ്ങൾ പറയാം ഗൈസ് നെക്സോവന്റെ എഡിറ്റ് ആണ്. മറ്റേ ആ ചങ്ങായിന്റെ പേരെന്താണ്? എന്തെങ്കിലും പേരുണ്ട് ഗൈസ്. അവനാണോ എഡിറ്റ് ചെയ്യാൻ രസമുണ്ട്. സൂപ്പർ നിങ്ങൾ പറയാം ഗൈസ്. ഇവന്റെ എഡിറ്റ് ഗൈസ് അവന്റെ ഫാൻസി പോലത്തെ ഒരു ടൈപ്പ് ടെക്സ്റ്റ് അവിടെ അടിയിൽ ടൈപ്പ് ചെയ്യും. അത്രയില്ല ഗൈസ്. ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ. അതായത് പകുതി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. എഡിറ്റ് ചെയ്യാൻ അറിയാം. ഇവനാണ് സോളോ കഴിഞ്ഞാൽ ചങ്ങനെ വിചാരം ഗൈസ് മറ്റവന്റെ കാര്യം ഗൈസ്. ഇതാ ടെലിഗ്രാമിന്റെ നോട്ടിഫിക്കേഷൻ പരമായൊന്നും ബ്ലർ പോലെ ആക്കിയില്ല. എന്നിട്ടാണ് വീഡിയോ കൊടുക്കുന്നത്. എന്നിട്ട് അവ കൊണക്കുന്നത്. അപ്പൊ ഗൈസ് നമുക്കെന്താ ഇതങ്ങ് വിടാം. ഇവരെ പ്രശ്നമായി. നമുക്കെന്താ വേറെ കുറച്ച് ഇൻസ്റ്റയിലെ കുറച്ച് റീൽസ് ഉണ്ട്. നമുക്ക് അതൊന്ന് നോക്കായിട്ട് വരാം. കുറെ റീൽസ് ഉണ്ട് ഗൈസ്. ഞാൻ നോക്കി വെച്ചിട്ട് നമുക്ക് എന്താ നോക്കിയിട്ട് ഇന്ന സംഭവം നോക്കിട്ട് ഗൈസ്. ഓക്കെ ഗൈസ് അതിനോട്ട് നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്ന ഗൈസ് സാധനം വരുന്നുണ്ട്. അത് സാധനമായിട്ട് ഗൈസ് നമ്മൾ സെറ്റ് വരെ വീഡിയോ ഇടാൻ ശ്രമിക്കുന്ന ഗൈസ്. വരട്ടെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഇപ്പം ഗൈസ് നമുക്കറിയാം ബാക്ക്ഗ്രൗണ്ട് വീഡിയോ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല ഗൈസ്. അത് വന്നാൽ കുറച്ചും കൂടി ക്വാളിറ്റി ആയിരുന്നു. കുറച്ചും കൂടി പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കാൻ നമ്മൾ നോക്കുന്നുണ്ട്. എന്തായാലും വരും ഗൈസ്. കമ്മിങ് സൂൺ ആണ്. ഓക്കെ നമുക്ക് എന്തായാലും ഗൈസ് അടുത്ത നോക്കാം ഇവൻ്റെ. ഓക്കെ ഇൻസ്റ്റയിൽ കുറച്ച് റീലുണ്ട്. നമുക്ക് എന്തായാലും കൂടി റിയാക്ട് ചെയ്യാം ഗൈസ്. എന്തായാലും ആ യൂട്യൂബറെ വീഡിയോ മാത്രം പോരല്ലോ. നമുക്ക് എന്തായാലും നമുക്ക് റിയാക്ട് ചെയ്യാം. Come on. കാര്യം ചോദിക്കട്ടെ ഗൈസ്. ഇത്രയൊക്കെ റിയാക്ഷൻ കൊടുക്കേണ്ട സാധനമാണ് ഇതുണ്ടാ ഗൈസ്. കണ്ടനായത് ഉണ്ടാ ഇങ്ങനെ കൊടുക്കുന്ന സമയത്തിന്റെ ചെറിയ ഇത് ലക്കി വീഡിയോ ഗൈസ്. അത്ര ഇല്ല അതിന് ഇത്ര റിയാക്ഷൻ കൊടുത്തിട്ട് വ്യൂസ് അടിച്ചു മാറ്റേണ്ട പരിപാടിയാണല്ലേ ചേച്ചി. അത് നോക്ക് ഗൈസ്. ഏതാ റിയാക്ഷൻ? ഇത്രയൊക്കെ അതിന് ആവശ്യമില്ല. കണ്ടേ അയ്യോ കാര്യമല്ല. അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് റിയാക്ഷൻ കൊടുക്കുന്ന സംഭവമൊന്നുമില്ല. ഓവർ ആക്ടിങ് തന്നെയാണ് സംഭവം. കാണാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത റീലിലേക്ക് കിടക്കാം. ഓ ഒരെണ്ണമായി കേസ്. ഓ ഒരെണ്ണം പോരെ കേസ്. ഇപ്പൊ ഒന്നും കഴിയില്ല. അത് നമുക്ക് എന്തായാലും അടുത്ത റീലിലേക്ക് കിടക്കാം കേസ്. ഇത് കുറച്ച് റീൽ അധികം ഉണ്ട് കേസ്. ഇപ്പൊ ഇൻസ്റ്റ ഓർമ്മ ഫുൾ ഇതാണ്. അല്ലോ ഈ ലൊട്ട റീല് ഭയങ്കര പണിയാണ് കണ്ടിരിക്കേ. ഞാൻ എന്തായാലും കണ്ടതാ. നിങ്ങൾ കാണി. നെക്സ്റ്റ് നോക്കാം. ഹലോ ഗൈസ് സത്യം പറഞ്ഞ ശരിക്കും ദിലീപിന്റെ കാട്ടുണ്ട്. മറ്റേ എന്താ പറയുക കുഞ്ഞിക്കൂന പറഞ്ഞ സിനിമയിലെ ദിലീപിന്റെ കാട്ട്. ഇത് കല്യാണാണ് ദിലീപിനൊക്കെ സി ദിലീപിനോട്. ഹലോ ഇതൊന്നും ആകുമ്പോ ഹോസ്പിറ്റലാ? സീരിയസാ?
അപ്പൂപ്പ ഇങ്ങക്ക് വേണ്ടിട്ടല്ല അവിടെ ഫേസ്ബുക്കിൽ പിന്നെ എന്തിനാണ് ഇവരൊക്കെ എന്തിനാണ് ഇൻസ്റ്റ ഇട്ടോട്ട് ഇതെല്ലാം എന്തിനാ അന്നെ കാണിക്കുന്നത് കേസ് എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനത്തെ വരുന്നത് കുറേ തെണ്ടി കണ്ട് കേസ് അയച്ചു തരാം ഇങ്ങനത്തെ റീല് അല്ലോ ഇതൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടാൽ പോരെ ഫേസ്ബുക്കിൽ ഇങ്ങനത്തെ റീൽ ഇട്ടോടെ ഒന്നാമത് ഇൻസ്റ്റാനായിട്ടേ ഇൻസ്റ്റയിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഭാര്യം കിട്ടില്ലാന്ന് കുറേ അയച്ചു തരാണ്ട് കേസ് എന്താ നമ്മൾ ഇന്നത്തെ ഗത്ത് റോസ്റ്റ് ചെയ്യുന്നില്ല കേസ് റോസ്റ്റിംഗ് നല്ല റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ നമുക്ക് ഒരു മൈക്കൊക്കെ എങ്ങനെ ഒപ്പിക്കാൻ നോക്കാം. മൈക്ക് എന്തായാലും നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങുന്നേക്കുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അടുത്ത വീഡിയോ നമുക്ക് സെറ്റാക്കാൻ നോക്കാം. ഇപ്പോൾ ക്യാമറ ആംഗിളൊക്കെ ഒരു എന്താ പോലെ ഇല്ല എനിക്ക് അറിയാം കേസ് എന്താ നമുക്ക് അടുത്ത വീഡിയോ സെറ്റാക്കാം. അപ്പോൾ എന്താ ഇന്നലെ ഇവിടെ എത്തുള്ളൂ കേസ് നമുക്ക് അടുത്തൊരു കിടക്കാൻ ചിക്കൻ കച്ചി വീഡിയോ ആയിട്ട് ബൈ ബൈ സി യു ടാറ്റ.